പശ്ചിമേഷ്യയിൽ തികച്ചും ആശങ്കാജനകമായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ആഗോള രാഷ്ട്രീയ സമവാക്യങ്ങളെയും വിപണിയെയും ഒരേപോലെ നിശ്ചലമാക്കാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ കനത്ത പുകച്ചുരലുകളിലേക്ക് പശ്ചിമേഷ്യൻ മണ്ണ് വീണ്ടും കത്തിയമരുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളിലായി മേഖലയിൽ നിലനിന്നിരുന്ന താൽക്കാലികവും അസ്ഥിരതവുമായിട്ടുള്ള വെടിനിർത്തലിന് വിരാമമിട്ടുകൊണ്ട് അമേരിക്ക ഇറാനെതിരെ അതിശക്തമായിട്ടുള്ള മിസൈൽ വ്യോമാക്രമണങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത സൈനിക ഭീഷണികളെയും വിരട്ടലുകളെയും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ് ഇറാൻ കടുത്ത പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുമ്പോൾ വെറും ഒരു പ്രാദേശിക സംഘർഷം എന്നതിനപ്പുറം ലോകശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു അന്താരാഷ്ട്ര യുദ്ധവേദിയായിട്ട് ഗൾഫ് മേഖല മാറിക്കഴിഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ കൈക്കൊള്ളുന്ന അത്യന്തം അപകടകരമായിട്ടുള്ള ഒളിയുദ്ധ തന്ത്രങ്ങളാണ്. അമേരിക്കൻ നിർദ്ദേശപ്രകാരം സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇറാനെ വളയാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള യമനിലെ ഹൂത്തികളെ ഉപയോഗിച്ച് സൗദിയും ചെങ്കടലിനെയും പൂർണ്ണമായിട്ടും ശ്വാസം മുട്ടിക്കുന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ഇതോടൊപ്പം തന്നെ ആഗോള സൂപ്പർ പവർ ആയിട്ടുള്ള ചൈനയുടെയും റഷ്യയുടെയും രഹസ്യ സൈനിക തന്ത്ര പിന്തുണ കൂടി ഇറാനിലേക്ക് എത്തുന്നതോടുകൂടി പശ്ചിമേഷ്യൻ സംഘർഷം പ്രവചനാതീതമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസമായിട്ട് പശ്ചിമേഷ്യയിൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു താൽക്കാലിക ഇടവേള അമേരിക്ക ഉപയോഗപ്പെടുത്തിയത് തങ്ങളുടെ യുദ്ധ സാമഗ്രികളും മിസൈലുകളും പരമാവധി പുനഃസ്ഥാപിക്കാനാണ്. ഇത്തരത്തിൽ ആയുധശേഷി പൂർണ്ണമാക്കിയ ശേഷമാണ് US സൈന്യം ഇറാനെതിരെ പുതിയ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കമിടുന്നത്. അതായത് ഒരു ഇടവേള വരുന്നു, ആ ഇടവേളയിൽ തങ്ങൾക്ക് വേണ്ട യുദ്ധങ്ങൾ വീണ്ടും ശേഖരിക്കുന്ന ഒരു ശൈലി പഴയതുപോലെ തന്നെ അമേരിക്ക സ്വീകരിക്കുന്നു, എന്നിട്ട് വീണ്ടും തിരിച്ചടിക്കുന്നു. എന്തായാലും ഇറാനെ ലക്ഷ്യമിട്ട് ഇപ്പോൾ US തൊടുത്തുവിടുന്ന ഈ ഒരു മാരകമായിട്ടുള്ള മിസൈലുകളിൽ ഭൂരിഭാഗവും വിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്നാണ്. ഇറാഖിന്റെ വ്യോമാതിർത്തി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ ഒരു US മിസൈലുകൾ ഇറാന്റെ മണ്ണിലേക്ക് പതിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക താവളങ്ങളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്ന് US അവകാശപ്പെടുന്നുണ്ട് എങ്കിലും വസ്തുത മറിച്ചാണ്. തെക്കൻ ഇറാനിലെ കേഷൻ ദ്വീപിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കനത്ത ബോംബാക്രമണമാണ് നടന്നത്. നിരവധി സാധാരണക്കാരായ ജനങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് ഇറാഖ് വഴി തങ്ങളുടെ മണ്ണിലേക്ക് വന്ന അമേരിക്കൻ മിസൈലുകളുടെ കൃത്യമായിട്ടുള്ള റഡാർ വിവരങ്ങൾ ഇറാന്റെ വ്യോമസേന ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തങ്ങളെ ആക്രമിക്കാൻ US താവളം ഒരുക്കിയ കുവൈറ്റിന് കഷ്ടകാലമായിരിക്കും. അതായത് കുവൈറ്റിന് നേരെയായിരിക്കും ഇറാന്റെ അടുത്ത കടുത്ത തിരിച്ചടിയെന്ന് IRGC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കാരണം ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കിടയിലേക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അവിടെ ആളുകൾ മരണപ്പെടുന്നു, വലിയ രീതിയിലുള്ള കെട്ടിടങ്ങൾക്കൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നതുകൂടി നോക്കുമ്പോൾ ഇനി അടുത്ത രീതി, അതായത് ഇറാൻ സ്വീകരിക്കുന്ന നിലപാട്, ഇറാന്റെ യുദ്ധതന്ത്രം അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുന്ന മാറ്റങ്ങൾ, തിരിച്ചടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് ഏത് തരത്തിലാണ് എന്നത് നോക്കിക്കാണണം. ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ജോർദാനിലെ US താവളങ്ങളും അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടിരുന്നു. ജോർദാനെ സംരക്ഷിക്കുന്നതിൽ US പരാജയപ്പെട്ടതോടെ മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളും ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ്. അതായത് ജോർദാൻ വലിയ രീതിയിൽ ആക്രമണം നടത്തും, അല്ലെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവസാനം ജോർദാനെ നിലംപരിശാക്കുന്ന രീതിയിലേക്കാണ് പിന്നീട് ഇറാന്റെ ആക്രമണം നടന്നത്. എന്തായാലും തകർന്നടിഞ്ഞ ജോർദാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ താങ്ങി നിർത്താനും ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാനും ഫ്രാൻസ്, ജർമ്മനി എന്നീ യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിവേഗ ഫൈറ്റർ ജെറ്റുകൾ പശ്ചിമേഷ്യൻ ആകാശത്തേക്ക് കുതിച്ചുയർന്നു കഴിഞ്ഞു. ഇത് യുദ്ധം യൂറോപ്പിലേക്കും വ്യാപിക്കുന്നു എന്ന ഭീതി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ വാക്ക് കേട്ട് തങ്ങൾക്കെതിരെ രംഗത്തിറങ്ങിയ സൗദി അറേബ്യയെ നേരിട്ടല്ലാതെ തകർക്കാൻ ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഹൂത്തികളെയും ഉപയോഗിക്കുന്നുണ്ട്. സൗദിയുടെ എണ്ണ ഉൽപാദന കേന്ദ്രമായിട്ടുള്ള അരാംകോയ്ക്ക് നേരെയും വിമാനത്താവളങ്ങൾക്ക് നേരെയും ഹൂത്തികൾ കനത്ത ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഈ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ട് ഉപരോധിച്ച ഹൂത്തികൾ ഈജിപ്ത് തീരത്തിനടുത്ത് വെച്ച് US ഉടമസ്ഥതയിലുള്ള ഒരു വലിയ ചരക്ക് കപ്പലുകൾ ഡ്രോൺ ആക്രമണത്തിലൂടെ കത്തിച്ച് ചാമ്പലാക്കി. ഈ ഹൂത്തികളുടെ ഭീഷണി ഭയന്ന് ഭീമമായിട്ടുള്ള ടോൾ തുക നൽകാൻ പല അന്താരാഷ്ട്ര കപ്പലുകളും ഇപ്പോൾ നിർബന്ധിതരാവുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം ഇറാന്റെ വലയത്തിൽ നിൽക്കുന്നു എന്നതാണ്
ഈ ഒരു കാര്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറാനുമായിട്ടുള്ള ആയുധ കരാറുകൾ ചൈന ഔദ്യോഗികമായിട്ട് നിഷേധിക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം ചൈനയുടെ 15ഓളം വൻകിട സൈനിക കാർഗോ വിമാനങ്ങൾ അത്യാധുനിക ആയുധങ്ങളുമായിട്ട് ഇറാന്റെ വ്യോമതാവളങ്ങളിൽ ഇറങ്ങിയതായിട്ട് അന്താരാഷ്ട്ര ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ചൈനീസ് നിർമ്മിത QW-12 FN-60 മിസൈലുകൾ ഇതിലുണ്ട് എന്നാണ് സൂചന. ഇനി ഈ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകളെ ഹൂത്തികൾ വേട്ടയാടുമ്പോൾ ചൈന നേരിട്ട് ഹൂത്തി നേതാക്കളുമായിട്ട് ചർച്ച നടത്തി തങ്ങളുടെ കപ്പലുകൾക്ക് ഒരു സുരക്ഷിത പാത ഉറപ്പാക്കിയിട്ടുണ്ട്. തങ്ങളുടെ എണ്ണ കടത്തിന് തടസ്സമുണ്ടാകരുത് എന്ന ചൈനയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ഇറാന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയാണ്. ചുരുക്കത്തിൽ ഇതുവരെ ഈ ഒരു US സൈനിക താവളങ്ങളെ മാത്രം ലക്ഷ്യമിട്ടിരുന്ന ഇറാൻ തങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിൽ അമേരിക്ക ചോരപ്പുഴ ഒഴുക്കിയ ഈ ഒരു സ്ഥിതിക്ക് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന കടുത്ത നിലപാടിലാണുള്ളത്. ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ആയുധങ്ങൾ പുറത്തെടുക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അരികിലേക്ക് എത്തിക്കുകയാണ്. അമേരിക്കയുടെ അത്യാധുനിക വ്യോമസേനയും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ കനത്ത ഉപരോധ ഭീഷണികളും ചൈനയും റഷ്യൻ സഖ്യത്തിന്റെ ആയുധബലത്തിന്റെ മുന്നിൽ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനിയൊരു മധ്യസ്ഥ ചർച്ചകൾക്കോ നയതന്ത്ര വിട്ടുവീഴ്ചകൾക്കോ തയ്യാറല്ല. കാരണം യുദ്ധത്തിന്റെ കാഠിന്യം അത്രയേറെ വന്നിരിക്കുന്നു. 6 ദിവസം അമേരിക്ക തന്റെ അല്ലെങ്കിൽ തങ്ങളുടെ ഈ മിസൈലുകളും പ്രതിരോധ ശക്തികളും ഒക്കെ കൂട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ഒന്ന് മെനഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയം കണ്ടെത്തി. ആ സമയത്തിന് ശേഷം ഈ പറയുന്ന അതായത് കുവൈറ്റിൽ നിന്നുകൊണ്ട് ഇറാനിലേക്ക് ഒരു ആക്രമണം തൊടുത്തുവിട്ടു. പക്ഷേ ഇത് കുവൈറ്റിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ ഇത്ര രാജ്യങ്ങളും ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് ഈ ഒരു രാജ്യങ്ങളെ മുഴുവൻ പ്രതിരോധിക്കുന്നത്. അത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 4 വർഷത്തും ഈ പറയുന്നത് പോലെ തന്നെ ആക്രമണം നേരിടുകയും ചെയ്യുന്ന സമയത്ത് തന്നെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പറയുന്ന രാജ്യങ്ങളിലേക്കും ആക്രമണം നടത്തുന്നുണ്ട്. ഇനി പ്രോക്സി ഗ്രൂപ്പുകളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹൂത്തികളും എല്ലാം ഇവർക്കൊപ്പമുണ്ട്, ഇറാനൊപ്പമുണ്ട്. അങ്ങനെ ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഹോർമസും ചെങ്കടലും ഇറാന്റെയും ഹൂത്തികളുടെയും കൈവശമാണുള്ളത്. അവരുടെ നിയന്ത്രണത്തിലാണ് ആ കടലിടുക്കുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് രീതിയിലും അതിനെ ഒരു ആയുധമാക്കി മാറ്റാം. നിലവിൽ അതൊരു ആയുധമായിട്ട്, അതായത് ഈ പറയുന്ന ഹോർമസ് കടലിടുക്ക് ആദ്യം തൊട്ടേ ഇറാന്റെ ഒരു വജ്രായുധമായിരുന്നു. ഇപ്പോൾ ഈ സൂയിസ് കനാൽ വഴിയുള്ള ഈ ചെങ്കടൽ എന്ന് പറയുന്നതും കൂടി ആ ഒരു വജ്രായുധത്തിന്റെ ഭാഗം. 2 വജ്രായുധങ്ങളാണ് അവരുടെ പക്കലിരിക്കുന്നത്. ഇത് രണ്ടും പെടുന്നനെ സ്തംഭിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ലോകരാജ്യങ്ങൾ നേരിടും. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെയുള്ള 2 കാര്യങ്ങൾ ഇറാന്റെ പക്കലുണ്ട്. മാത്രമല്ല ചൈനയുടെ ഈ യുദ്ധങ്ങൾ അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങൾ, മിസൈലുകൾ ഈ പറയുന്ന ടെഹ്റാനിലേക്ക് വന്നിറങ്ങുന്നു എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ ഓരോ കാഠിന്യവും കൂടുകയാണ്. ഇനി ഈ കുവൈറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ ഈ ജനവാസ മേഖലയിലേക്ക് വന്ന് പതിച്ചത് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി, നാശനഷ്ടങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അപ്പം അതിന് തിരിച്ചടിയായിട്ട് ഇറാൻ സ്വീകരിക്കുന്ന മാർഗമാണ് ഇനി നോക്കിക്കാണേണ്ടത്. കാരണം ഇറാൻ ഒന്നിനും പകരം വെക്കാതെ പോകില്ല. അതായത് പകരത്തിന് പകരം അടിക്ക് തിരിച്ചടി എന്ന നാണയത്തിൽ തന്നെയാണ് ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ ഈ ഒരു ഫെബ്രുവരി 28 മുതൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ യുദ്ധം നിർത്താൻ അമേരിക്ക തയ്യാറായാലും ഇറാൻ തയ്യാറാകുന്നില്ല. ഇറാന്റെ പോരാട്ട വീര്യം ഓരോ ദിവസം കഴിയുന്നവരും കൂടുകയാണ്. നാശനഷ്ടങ്ങൾ ഉണ്ട്, നാശനഷ്ടങ്ങൾ ഇല്ല എന്നല്ല. ഇപ്പോൾ ജനവാസ മേഖലയിൽ ഈ പറയുന്ന കുവൈറ്റിൽ നിന്നുള്ള ആക്രമണം സംഭവിച്ചപ്പോൾ ബിൽഡിങ്ങുകൾ തകിടം മറിഞ്ഞു, അതായത് നിലം പതിച്ചു, അവിടെ ജീവനുകൾ നഷ്ടമായി. അങ്ങനെ ആ സാധാരണക്കാരൊക്കെയാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ സംഭവിക്കുമ്പോഴും തങ്ങളുടെ ഈ ഒരു പോരാട്ടം നിലയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഇറാൻ കൊണ്ടുപോവുകയാണ്. മാത്രമല്ല ഇനി ഈ പറയുന്ന കൊല്ലപ്പെട്ടവരുടെ ചോരയ്ക്ക് പകരം അവർ തിരിച്ചു ചോദിക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും എന്നതാണ് നോക്കിക്കാണേണ്ടത്. അത് വലിയൊരു യുദ്ധത്തിന്റെ ഒരു ഭാഗമായി മാറാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈ ഒരു അടുത്ത ഘട്ടത്തിൽ 12 ദിവസങ്ങൾ നീണ്ടു നിന്ന ആ ഒരു യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള യുദ്ധമായിരുന്നു ഇരു രാജ്യങ്ങളും തൊടുത്തുവിട്ടത്. അതിൽ അമേരിക്ക തൊടുത്തുവിടുന്നത് ഈ പറയുന്ന
പറയുന്ന ഇറാനിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ നിർണായക നീക്കങ്ങൾ ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലായിരുന്നു. കാരണം ഈ ഗൾഫ് മേഖല ഒന്നടങ്കം ഇറാൻ നിർത്തി കത്തിക്കുന്ന ഒരു രീതിയിലുള്ള ആക്രമണമായിരുന്നു. യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല, അങ്ങനെ ഒരു സമീപനം ഒന്നും പാലിക്കുന്നില്ല, കരാറുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഇറാന്റെ ഒരു വഴിക്ക്, ഇറാന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇറാൻ ഏത് നടപടിയും സ്വീകരിക്കുന്ന ഒരു നയത്തിലേക്ക് ആ ഒരു യുദ്ധത്തെ മാറ്റിയിരുന്നു. അപ്പോൾ ഇനിയുള്ള യുദ്ധം, ഇനിയും മാരകായുധങ്ങൾ എടുക്കും, ചൈനയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന മിസൈലുകൾ എടുക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ വലിയൊരു യുദ്ധം ആളിക്കത്തുകയാണ്. അതായത് വേറൊരു രീതിയിലേക്ക് ഈ ഒരു യുദ്ധം പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക യുദ്ധമല്ല എന്ന് പല വീഡിയോകളിലും എടുത്തു പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണിത്. ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി, UAE അങ്ങനെ നിരവധി രാജ്യങ്ങളാണ് ഇന്ന്, ഈ പറയുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ന് ഈ അമേരിക്കയുടെ അഹങ്കാരത്തിന് അവർ പഴി കൊള്ളേണ്ടി വരികയാണ്. അതായത് ഈ യുദ്ധത്തിൽ യാതൊരു പങ്കും ഇവർക്ക് നേരിട്ടില്ല, പക്ഷെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ട് എന്നൊരു ഒറ്റ കാരണത്താൽ മാത്രമാണ് ഈ രാജ്യങ്ങൾ ഇന്ന് ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമാകുന്നത്. ഇനി മറ്റുള്ള രാജ്യങ്ങൾ ഭാഗമാകുന്നത് ഈ ഹോർമുസ് കടലിടുക്കും ചെങ്കടലിടുക്കിന്റെയും ഒരു കാര്യം വെച്ചുകൊണ്ടാണ്. കാരണം അവിടുത്തെ കപ്പലുകൾ തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും അത് വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തെ ഈ ഇറാൻ കൊണ്ടുപോകുന്നത്. എന്തായാലും ഇറാനെ നിലംപരിശാക്കാം എന്നുള്ളത് വെറും കണക്കുകൂട്ടലുകൾ മാത്രമാണ്. അത് തെറ്റിച്ച് അതിനെ പൊളിച്ചടുക്കി ഇറാൻ ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പോരാട്ട വീര്യം തന്നെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് ഈ പറയുന്ന ഗൾഫ് മേഖലയും അമേരിക്കയും നേരിടുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ റോൾ ഏറെക്കുറെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ വലിയ ഭീതിയിലാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കസേര തെറിക്കുമെന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമൊന്നും അധികമാകാതെ കുറച്ച് ഉൾവലിയുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. മാത്രമല്ല ട്രംപ് ഒരു ബെഞ്ചമിൻ നെതന്യാഹുവിനെ പാടെ അങ്ങോട്ടേക്ക് അവഗണിക്കുന്ന ഒരു രീതി കൂടിയുണ്ട്. ഒരു വിള്ളൽ അവരുടെ ആ ഒരു ബന്ധത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രയേൽ കുറച്ചൊക്കെ പിൻവലിയുന്നുണ്ട്. ഇസ്രയേലും ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു. എന്തായാലും യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇറാനാണ്. ഇറാന്റെ വലിയ തന്ത്രങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ പറയുന്ന യുദ്ധത്തിന്റെ നിയന്ത്രണം പോലും ഇപ്പോൾ ഇറാന്റെ കയ്യിലാണ്.